ഹായ് 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 നമസ്കാരം. ഇപ്പോൾ ആകെ വീഡിയോയിൽ മൊത്തം ആത്മഹത്യയാണ്. എന്തോ ഒരു അപമാന കേസിൻ്റെ പുറത്ത് ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ മൊത്തം. ഇപ്പോൾ റീൽസ് തുറന്നാൽ മൊത്തം അതാ കേൾക്കുന്നത്. ഇപ്പോൾ ആത്മഹത്യ ചെയ്ത ആളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കണ്ടമാനം ആളുകളും പുറത്ത് വന്നിട്ടുണ്ട്. ഈ പെണ്ണുങ്ങൾ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവരുടെ കണ്ണിൽ ഈ മരിക്കുന്നതിന് മുന്നേ ഈ വീഡിയോ ഇവരുടെ മുന്നിലൊന്നും വന്ന് പെട്ടിട്ടില്ല, അതോ ഇനി പെടാണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ വീഡിയോ ഇതിന് മുന്നേയും ഈ സെയിം വീഡിയോ തന്നെയല്ലേ അവരിട്ടിരുന്നത്. ഇപ്പോൾ ആൾ കുറ്റക്കാരനല്ല എന്നും അന്ന് ഇയാളെ കുറ്റപ്പെടുത്താനും തിന്നിരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മളിപ്പോൾ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇതിപ്പോൾ ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇയാളിപ്പോൾ മരിക്കുന്നതിന് മുന്നേ ഒരാൾ പോലും ആളെ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആളെ ചെയ്തത് ആൾ ചെയ്തത് ആളുടെ ഭാഗത്തൊരു തെറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളൊരു വീഡിയോ ഇടുന്നേ കണ്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ആൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ പൊന്തി വന്നേക്കണു, ആൾ ചെയ്തത് ശരിയായിരുന്നു, അതൊരു തിരക്കുള്ള ബസ്സായിരുന്നു. അപ്പോൾ ഇയാൾ മരിക്കണതിൻ്റെ മുന്നേ തിരക്കുള്ള ബസ് തന്നെ ആയിരുന്നു, മരിച്ചു കഴിഞ്ഞപ്പോഴല്ല തിരക്ക് വന്നത്. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇതിനെ കുറിച്ചിട്ടൊന്ന് എതിരഭിപ്രായം പറഞ്ഞിരുന്നെങ്കിൽ ആളെ സപ്പോർട്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആൾ ചിലപ്പോൾ ഇപ്പോൾ ജീവനോടെ ഉണ്ടാവുമായിരുന്നു. അറിയില്ല, അവൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ അവളെ വിജയിപ്പിച്ചത് ആരാണ്? അതും നിങ്ങളെ പറഞ്ഞ പോലെ ഈ ജനങ്ങൾ തന്നെയല്ലേ, അല്ലാതെ വേറെ ആൾക്കാർ പുറത്തുനിന്ന് വന്നിട്ടൊന്നുമില്ല. ഈ കാണുന്ന ജനങ്ങൾ തന്നെയാണ് ഇത് സപ്പോർട്ട് ചെയ്ത് ആളെ വലിയൊരു കുറ്റക്കാരനാക്കിയത്. അപ്പോൾ ഈ കുറ്റത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് ഈ വീഡിയോ കണ്ട് ഇതിനെ ഷെയർ ചെയ്തിട്ടാണെങ്കിലും എന്ത് ചെയ്തിട്ടാണെങ്കിലും ഇതിനെ ഫേമസ് ആക്കിയിട്ടുള്ള ജനങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ 90% ഭാഗം തെറ്റും. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. വെറുതെ ഇനി അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവളുടെ അവളുടെ റീച്ചിന് വേണ്ടി ചെയ്തു എന്ന് തന്നെ വിചാരിച്ചോട്ടെ. ശമ്പം ചെയ്തത് തെറ്റാണ്, പക്ഷെ അവളുടെ റീച്ചിന് വേണ്ടി ചെയ്തപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ പോലും നോക്കാൻ സമയമില്ലാതെ ഇത് ഷെയർ ചെയ്ത് ആൾ അപമാനിച്ചിട്ട് ഇപ്പോൾ ആൾ ആത്മഹത്യ ചെയ്തപ്പോൾ ആൾ പുണ്യവാനായി. അതതിന് മുന്നേ ചെയ്തിരുന്നെങ്കിൽ ആൾ രക്ഷപ്പെടുമായിരുന്നില്ലേ? അന്ന് ആർക്കും ഇതിനൊരു ഒഴിവുണ്ടായില്ല. ഇപ്പം എന്നിട്ട് ഈ വരുന്ന പ്രഹസനം, ഇതൊക്കെ വെറും പ്രഹസനം മാത്രമാണ്. ഇതിനിപ്പോൾ അടുത്ത ആൾക്കാണെങ്കിലും ഇതൊക്കെ തന്നെ സംഭവിക്കുള്ളൂ. ആരും സപ്പോർട്ട് ചെയ്യൂല. അപ്പോൾ എല്ലാവരും പെണ്ണുങ്ങളെ പിന്നാലെയാണ്. എന്നിട്ട് ആൾ മരിച്ചു കഴിഞ്ഞാൽ പുരുഷനെ അങ്ങനെ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് സപ്പോർട്ട് ചെയ്യണം. ആൾ ചെയ്തത് തെറ്റല്ല, ആൾ ചെയ്തത് ആളെ ഭാഗത്തൊരു തെറ്റില്ല, അതൊരു സ്വാഭാവികമായിട്ട് പറ്റിയതാണെന്നുള്ളത് അന്നും ഈ കാണുന്ന വീഡിയോ തന്നെയാണ് എല്ലാവരും കണ്ടത്. അപ്പോൾ അതും അതേമാതിരി നിങ്ങളത് ചെയ്യേണ്ടതായിരുന്നു. അത് നിങ്ങൾ ചെയ്തില്ല. അത് ജനങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് മാത്രമാണത്.